കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. ഇതാര് പ്രകാശോ? അനു ഉണ്ടല്ലോ. എന്താ ഭാര്യയും ഭർത്താവും രാവിലെ തന്നെ? എടോ ബാങ്കേ, നിങ്ങൾ ബാങ്കുകാരെ കാണണമെങ്കിൽ രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ച വരണ്ടേ, അല്ലെങ്കിൽ ഞായറാഴ്ച. ഞങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലേടോ. പിന്നെ കാണണെങ്കിലേ കുറച്ച് ത്യാഗമൊക്കെ സഹിക്കണത് നല്ലതാ. ഞാനേ ബാങ്കിൽ കാല് കുത്തിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ ലോണിനും ഡിപ്പോസിറ്റിനും ഒക്കെ ആപ്പല്ലേ. ഓ അങ്ങനെ സകല മനുഷ്യരെ ആപ്പിലാക്കണവരല്ലേ നിങ്ങള് ബാങ്കുകാര്. വേണ്ട വേണ്ട. ATM കയറിയ പൈസ അതല്ലേ 2 ദിവസം മുമ്പ് 2 രൂപ കൂട്ടിയത്. പിന്നെ അടവ് ചെറുതായിട്ടൊന്ന് തെറ്റിയാല് സിവിൽ സ്കോർ കുറയ്ക്കുന്നു, ലോൺ എടുക്കാൻ പറ്റുന്നില്ല. സിവിൽ സ്കോർ കൂട്ടാനും വഴിയുണ്ട്. പണ്ടൊക്കെ 10-30 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടാലേ പലിശ കൊണ്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു. ഇന്നിപ്പോ FDക്ക് പലിശ എത്ര കുറഞ്ഞ്. പിന്നെ പോരാത്തതിന് പലിശക്ക് ഇൻകം ടാക്സും. മനുഷ്യർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റണ്ടേ. കഴിഞ്ഞോ? എന്താ? അല്ല, നിന്റെ മലവെള്ളപ്പാച്ചിൽ പോലുള്ള വാക്കുകൾ കഴിഞ്ഞോ എന്ന് ചോദിക്കായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അതിശയോക്തി ഉണ്ടോ? നീ ഇമോഷണൽ ആവേണ്ട പ്രകാശ. പലരും ലോൺ എടുത്ത് അടയ്ക്കാതെ മുങ്ങുന്നതും അപ്ലിക്കേഷനുകളിൽ നോമിനികളെ കാണിക്കാത്തതും ഒക്കെ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അറിയോ? പ്രകാശേട്ടാ, വെറുതെ കാട് കയറാതെ നമ്മൾ വന്ന കാര്യം പറഞ്ഞേ. പ്രകാശേട്ടൻ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും രമേശിന് തീർക്കാൻ പറ്റണതല്ലോ. അനു പറഞ്ഞതാ ശരി. ഞാൻ നിന്നോട് കുറച്ചധികം സ്വാതന്ത്ര്യം കാണിച്ചു എന്നേ ഉള്ളൂ. നിനക്ക് എന്നോട് എന്തും പറയാലോ. ആട്ടെ, നീ വന്ന കാര്യം പറ. എനിക്കൊരു ലോൺ വേണം. ഞങ്ങളൊരു കാറ് വാങ്ങാൻ പോകണം. ഇത്രയും കാലം കാറ് വാങ്ങില്ല എന്നും പറഞ്ഞ് പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ ആദർശം എവിടെ പോയി? രമേശേട്ടാ, ഇപ്പോഴത്തെ കാലത്ത് വണ്ടി ഇല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാ. അത് ഞാൻ എന്നോ ഇവനോട് പറയണതല്ലേ. അല്ല, എന്താ തീരുമാനത്തിന് മാറ്റം വരാൻ കാരണം? എനിക്ക് വേണ്ടി അല്ലടോ, അനുവിനാ ഇപ്പൊ കാർ അത്യാവശ്യം. സത്യം പറഞ്ഞ ജീവൻ പണയം വെച്ചിട്ടാ സ്കൂളിലേക്ക് വരണതും പോണതും. അതെന്ത് പറ്റി? പല പ്രൈവറ്റ് ബസ്സുകളിലെ ഡ്രൈവർമാരും ചവച്ചുകൊണ്ടും മൊബൈലിൽ നോക്കിയിട്ടുമാണ് ബസ് ഓടിക്കുന്നത്. സത്യമാണോ അനു പറയുന്നത്? 100% സത്യ. ഞാൻ തന്നെ പലപ്പോഴും ഇതിനെ ചൊല്ലി അവരോട് വഴക്കടിച്ചിട്ടുണ്ട്. 3-4 തവണ പോലീസിൽ പരാതി കൊടുത്തിട്ടുമുണ്ട്. യാത്രക്കാർ വിചാരിച്ചാൽ തീർന്നു തന്നെയുള്ളൂ ഈ പ്രശ്നം. പക്ഷെ വിചാരിക്കണ്ടേ, ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ നോക്കിയപ്പോഴൊക്കെ യാത്രക്കാർ എനിക്ക് ഒരു പിന്തുണയും തന്നില്ല. അവർക്കൊക്കെ നല്ല സ്പീഡിൽ കുറഞ്ഞ സമയം കൊണ്ട് എത്തണം. ബസ്സുകളുടെ ഓവർ സ്പീഡ്, നിയമലംഘനം, ജീവനക്കാരുടെ പെരുമാറ്റ ദൂഷ്യം, ലഹരി മരുന്ന് ഉപയോഗം, ഇതൊക്കെ തടയാനേ ബസ്സുകളുടെ മുമ്പിലും പിമ്പിലും വാട്സാപ്പ് നമ്പറും ഫോൺ നമ്പറും ഉൾപ്പെടുത്തിയ സ്റ്റിക്കറുകൾ പതിക്കാൻ പോവാ മോട്ടോർ വാഹന വകുപ്പ്. അപ്പോ ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ള ബസ്സിന് ചിത്രം എടുത്തിട്ട് ആർക്കും വകുപ്പിൽ പരാതി കൊടുക്കാം അല്ലേ? അത് തന്നെ. അത് നന്നായി. ചില റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകളുടെ കുത്തിക്കയറ്റിലും ഹോണടിയും കേൾക്കുമ്പേ ഇറങ്ങി 2 പൊട്ടിക്കാനാ തോന്നുക. കയ്യേറ്റം ചെയ്യാനൊന്നും പോണ്ട. നിയമം കയ്യിലെടുക്കാൻ ആർക്കും വകുപ്പില്ലല്ലോ. ഞങ്ങൾക്ക് അടിയന്തരമായിട്ടൊരു കാർ ലോൺ തരണം. അനുവിന്റെ യാത്ര ഇനി കാറിലാക്കാമെന്ന് വെച്ചു. എത്ര പൈസ ചെലവായാലും ലോൺ എത്ര വേണമെങ്കിലും ഞങ്ങൾ തരാം. ഞങ്ങൾക്ക് പലിശ കിട്ടുന്ന കാര്യല്ലേ. ബസ്സിന്റെ ട്രിപ്പുകളിൽ ഡ്രൈവർമാർക്ക് ഉഷാറായിട്ട് ഓടിക്കാനാണ് അത്രേ ഈ ചുണ്ടിന്റെ ഇടയിൽ ഈ സാധനം വെച്ച് ചവയ്ക്കണത്. അത് ശരി. ചുരുക്കത്തിലേ വണ്ടി ഓടിക്കുന്നവന്റെ വായി നോക്കേണ്ട ഗതികാട്ടില്ല യാത്രക്കാര്. പക്ഷേ ആളുകളുടെ മനോഭാവം കൂടി മാറിയാലേ ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കേ. പ്രകാശിന് കോഴിക്കോട്ട് നിന്ന് കൊയിലാണ്ടി വരെ പോകണമെന്ന് വിചാരിച്ച് കോഴിക്കോട് ബസ് സ്റ്റോപ്പിൽ 3 ബസ്സുകൾ കിടക്കുന്നുണ്ടെന്നും വിചാരിക്കേ. എത്ര ബസ്? 3. ഒന്ന് മംഗലാപുരത്തേക്ക്, ഒന്ന് കണ്ണൂർക്ക്, ഒന്ന് കൊയിലാണ്ടിക്കും. പ്രകാശ് ഏത് ബസ് തെരഞ്ഞെടുക്കും? സത്യമേ പറയാവൂ. അത് പിന്നെ സംശയം ഉണ്ടോ? മംഗലാപുരത്തേക്കുള്ള ബസ് തന്നെ. അപ്പൊ ഉത്തരം ക്ലിയർ ആയില്ലേ? അതെ പ്രകാശേട്ടാ. എന്തേ? ഈ മോട്ടോർ വാഹന വകുപ്പുകാര് പുതിയ സ്റ്റിക്കറുകളും വാട്സാപ്പ് നമ്പറുകളും ഒക്കെ കൊണ്ടുവരാൻ പോവല്ലേ? അതെ. ഇനി വല്ല പരാതികളും ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ അയക്കാലോ. അവര് നടപടി എടുത്തോളും. അപ്പൊ പിന്നെ ഞാൻ ബസ്സിൽ തന്നെ പോയിക്കോളാം. വെറുതെ എന്തിനാ ഈ ബാങ്കുകാർക്ക് പൈസ കൊടുക്കുന്നേ? അല്ല, രണ്ടാളും നിന്നേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശരി. അപ്പൊ കാർ ലോണ് പ്രകാശ, അനു. ശരി ശരി ശരി. ഓ മൈ ഗോഡ്. പോയോ? ദൈവമേ, വെറുതെ ഒരു ബിസിനസ് കളഞ്ഞു. എന്തിനാ വെറുതെ സ്റ്റിക്കറിന്റെ കാര്യമൊക്കെ എടുത്തിടാൻ പോയത്? പോയ ബുദ്ധി തിരിച്ചു കിട്ടില്ലല്ലോ. കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴേടത്ത്, ശ്രുതി സോമൻ.